ചെറിയ പൈസക്ക് ഒരു വലിയ സ്ക്രീൻ നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്യണോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അതിന് പറ്റിയൊരു പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീട്ടിലൊരു തിയേറ്റർ സെറ്റപ്പ് സെറ്റ് ചെയ്യണം, പക്ഷേ അധികം പൈസയൊന്നും കയ്യിലില്ല, ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏത് പ്രൊജക്ടർ കിട്ടും എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ പ്രൊഡക്റ്റ് സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് സെബ്രോണിക്സിന്റെ പിക്സാപ്ലേ 73 എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോഞ്ച്. 6000 രൂപയുടെ താഴെ നിങ്ങൾക്ക് സെബ്രോണിക്സ് പോലൊരു ബ്രാൻഡിന്റെ നല്ലൊരു പ്രൊജക്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മോഡലാണിത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുക ഈ പ്രൊജക്ടർ ആണ്. വളരെ ചെറിയ സൈസിലുള്ള ഒരു പ്രൊജക്ടർ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് മറ്റെന്തൊക്കെ അക്സസറീസ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു നോക്കാം. ഒരു HDMI കേബിൾ, റിമോട്ട് കൺട്രോൾ, പവർ കോഡ്, പിന്നെ കോട്ടൺ സ്വാബിന്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു, ലെൻസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. ബോക്സിൽ മറ്റു കണ്ടന്റുകളൊന്നുമില്ല, വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊജക്ടറിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഒന്നാമത്തെ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. രണ്ടാമതായിട്ട് ഇത് 200 ഡിഗ്രി വരെ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഈ രീതിയിൽ 200 ഡിഗ്രി ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പ്രൊജക്ടർ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ടേബിളിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രൈപോഡ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈപോഡിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇതിൽ നൽകിയിട്ടുണ്ട്. ട്രൈപോഡിലൊക്കെ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് സൈഡിലേക്കും തിരിച്ചുകൊണ്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ബെഡിലോ മറ്റോ ഇങ്ങനെ വെച്ചിട്ട് നേരെ സീലിംഗിലേക്ക് പ്രൊജക്ഷൻ ചെയ്തുകൊണ്ട് കിടന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള സൗകര്യത്തിലാണ് സത്യത്തിൽ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് മാനുവൽ ഫോക്കസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു റോട്ടറി കൺട്രോൾ നൽകിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ഈസിലി ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് കണക്ടിവിറ്റി പോർട്സ് നൽകിയിരിക്കുന്നത്. പവർ ബട്ടൺ കാണാൻ സാധിക്കും. അതിന്റെ അടുത്തായിട്ട് ഫുൾ സൈസ് HDMI കേബിൾ, ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് നൽകിയിട്ടുണ്ട്. ഒരു USB പോർട്ട് ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം ബാക്ക് സൈഡിൽ കുറെ വെന്റ് നൽകിയിട്ടുണ്ട്. ഉള്ളിൽ ഒരു ഡെഡിക്കേറ്റഡ് ഫാനും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നമൊന്നും അതുകൊണ്ട് ഉണ്ടാകത്തില്ല. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന പ്രൊഡക്റ്റ് ആയിട്ട് പോലും ഇതിന് നല്ല ബിൽഡ് ക്വാളിറ്റിയും ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ പ്രൊജക്ടർ ഡിസ്പ്ലേ ഡയറക്ട്ലി വാൾ സർഫസിലാണ് ഈ കാണിക്കുന്നത്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് വേണ്ടി ഒരു പ്രൊജക്ടർ സ്ക്രീൻ ഒന്നും വാങ്ങണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്രൊജക്ടർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്ടർ സ്ക്രീൻ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. ഭിത്തിയിൽ നിന്നൊരു 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രൊജക്ടർ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 75 to 80 ഇഞ്ചിന്റെ പ്രൊജക്ഷൻ സൈസ് കിട്ടും. ഇനി നിങ്ങൾ അത് ഒരു 4 മീറ്റർ ദൂരത്തേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 95 to 100 ഇഞ്ചിന്റെ പ്രൊജക്ഷൻ സൈസ് ആയിരിക്കും ലഭിക്കുക. മാക്സിമം 130 ഇഞ്ച് പ്രൊജക്ഷൻ സൈസ് ഉള്ള ഒരു പ്രൊജക്ടർ ആണ്. ഒപ്റ്റിമൽ ഇമേജ് ക്വാളിറ്റിക്ക് വേണ്ടി ഒരു 85 to 95 ഇഞ്ചിലൊക്കെ പ്രൊജക്ഷൻ സൈസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രൊജക്ഷൻ സൈസ് കൂടുന്നതിനനുസരിച്ച് ബ്രൈറ്റ്നസ് ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പ്രൊജക്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂമിലാണ്. ചെറിയ പ്രകാശം ജനലിലൂടെ അവിടുന്ന് ഇവിടുന്നൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ പോലും അത് ഈ ഒരു പ്രൊജക്ടർ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നുണ്ട്. 3300 ലൂമൻസ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ്. ഇതൊരു സ്മാർട്ട് ആൻഡ്രോയിഡ് LED പ്രൊജക്ടർ ആണ്. ഇതിന്റെ UI ഒക്കെ വളരെ സിമ്പിൾ ആണ്. പ്ലേ സ്റ്റോർ ലഭിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം പോലെയുള്ള ആപ്സ് ഒക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. യൂട്യൂബും ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഹാർഡ്വെയർ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ് കോർ CPU ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 1 GB റാമും 8 GB ഇന്റർണൽ സ്റ്റോറേജും ഇതിൽ ലഭിക്കുന്നുണ്ട്. 2.4 മാത്രമല്ല 5 GHz വൈഫൈ ബാൻഡും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വാട്ട്സിന്റെ ഒരു സ്പീക്കറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. വളരെ അടുത്തിരുന്നെങ്കിൽ മാത്രമേ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്പീക്കറോടെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റിയുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല iOS ആൻഡ്രോയിഡ് സ്ക്രീൻ മിററിംഗും ഈ ഒരു പ്രൊജക്ടറിൽ സാധിക്കുന്നതാണ്. ഇതിനൊപ്പം ലഭിച്ചിട്ടുള്ള റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സെറ്റിംഗ്, ബ്ലൂടൂത്ത് സെറ്റിംഗ്, ലാംഗ്വേജ് സെറ്റിംഗ് ചെയ്യാൻ പറ്റും. അതർ സെറ്റിംഗ്സിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് ഉണ്ട്. ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാനേജ് ചെയ്യാം. വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ഫാക്ടറി സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് എബോർഡ് സെക്ഷനിലേക്ക് വരുന്നവരുടെ എബോർഡ് ഡിവൈസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ ഒക്കെ അറിയാൻ പറ്റും. ആൻഡ്രോയിഡ് 11 ആണ് ഔട്ട് ഓഫ് ദ ബോക്സിൽ കിട്ടുന്നത്. 1 GB റാം കിട്ടുന്നുണ്ട്. 8 GB ഇന്റർണൽ സ്റ്റോറേജ് ഉണ്ട്. ഈ പ്രൊജക്ടറിന്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ അപ്ഗ്രേഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം സെറ്റിംഗ്സ്, ഓഡിയോ സെറ്റിംഗ്സ് ഉണ്ട്. ഓഡിയോ സെറ്റിംഗ്സിൽ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതേപോലെ പ്രൊജക്ടർ സെറ്റിംഗ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ പ്രൊജക്ഷൻ
മോഡ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. പിന്നെ കീ സ്റ്റോൺ കറക്ഷൻ ഇതിലുണ്ട്. ജസ്റ്റ് നമ്മൾ കീ സ്റ്റോൺ കറക്ഷൻ ഓട്ടോ ആക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്ക്രീൻ കറക്ഷൻ ചെയ്ത് സെറ്റ് ആയിട്ട് വരും. ഇനി അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ കറക്ഷൻ ഓഫ് ചെയ്തതിനു ശേഷം മാനുവൽ ഡൗൺ കീ സ്റ്റോൺ കറക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ കോർണേഴ്സും ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കീ സ്റ്റോൺ കറക്ഷൻ ഉള്ളത് കൊണ്ട് അതിന്റെ ആവശ്യം വരത്തില്ല. എന്നാലും അഥവാ കീ സ്റ്റോൺ കറക്ഷൻ പ്രോപ്പറായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ മാനുവൽ ആയിട്ടും കീ സ്റ്റോൺ കറക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ ഇതേപോലെ ജസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ പ്ലേ സ്റ്റോർ ആഡ് ചെയ്തു. ഇവിടെ പ്ലേ സ്റ്റോർ വന്നിട്ടുണ്ട്, യൂട്യൂബ് പ്ലേ സ്റ്റോർ. അപ്പൊ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതേപോലെ ഹോം സ്ക്രീനിലേക്ക് ഇതുപോലെ ആഡ് ചെയ്തിടാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ നമുക്ക് മാക്സിമം HD റെസൊല്യൂഷനിൽ വരെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി 4K വീഡിയോസ് ഒക്കെ കാണാമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 4K വീഡിയോസ് ഇതിൽ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5000 തൊട്ട് 6000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ ഇത് സൂപ്പറാണ്. കാരണം നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഇതുപോലെ ഒരുപാട് പ്രൊജക്ടറുകൾ വിലക്കുറവ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്രൊജക്ടറുകളല്ല. പക്ഷേങ്കിൽ സിബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആയിട്ട് പോലും ഇവർ ഇതിന് പറ്റുന്ന രീതിയിൽ മാക്സിമം എത്രയും നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ അത് ഇവർ ഈ ഒരു പ്രൊജക്ടറിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. പ്രീമിയം ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യരുത്. 720p ആണ് ഇതിന്റെ റെസൊല്യൂഷൻ. 4K വീഡിയോസും വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയതിനെ. പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ അതൊരു ഇഷ്യൂ അല്ല. സാധാരണ ഒരുമാതിരിപ്പെട്ട പ്രൊജക്ടറുകളിലൊക്കെ സൗണ്ട് ക്വാളിറ്റി അങ്ങനെയാണ്. ചെറിയ വാട്സിന്റെ സ്പീക്കേഴ്സ് ഒക്കെ ആയിരിക്കും അതിൽ യൂസ് ചെയ്തിരിക്കുക. കാരണം നമുക്ക് എക്സ്റ്റേണലി സ്പീക്കറോ അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും ബ്ലൂടൂത്തിന്റെ ത്രൂ. അതുകൊണ്ട് തന്നെ സൗണ്ടിന്റെ ആവറേജ് സൗണ്ട് ക്വാളിറ്റി ഒരു പ്രശ്നമല്ല. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഈ വീഡിയോയിൽ പലയിടത്തായിട്ട് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതേപോലെയുള്ള കൂടുതൽ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോകൾക്ക് വേണ്ടി ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.